ഹിസ്ബുള്ളയുടെ റിട്ടാലിയേഷൻ സ്ട്രൈക്ക് ഇസ്രായേലിൽ ഇന്നലെ ചെയ്ത് അവസാനിച്ചു. ഹിസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള ഒരു പ്രതികാരാക്രമണം ഇനി ഹിസ്ബുള്ള ചെയ്യില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. എന്നാൽ അതേസമയം ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞു: ഹിസ്ബുള്ളയിൽ ഞങ്ങൾ ചെയ്തതെല്ലാം ഒരു റിട്ടാലിയേഷൻ, ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്കേ അല്ല. ഹിസ്ബുള്ള ഞങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് അവരുടെ ചില പദ്ധതികൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ ചാര സംഘടന വഴി ലഭിച്ച വിവരം ഉപയോഗിച്ച് ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ ഞങ്ങൾ ഒരു ആക്രമണം നടത്തി. അത് സത്യം തന്നെയാണ്. എന്നാൽ അടുത്ത് ഇറാൻ ഒരു റിട്ടാലിയേഷൻ തയ്യാറെടുത്താൽ, അല്ലെങ്കിൽ ഇറാൻ ഒരു പ്രതികാര ആക്രമണം നടത്തണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇറാന്റെ ഓയിൽ റഫൈനറീസിനെ ഞങ്ങൾ ലക്ഷ്യമിടും. ഇറാനിൽ 11 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഓയിൽ റഫൈനറീസ് ഉണ്ട്. അവരുടെ രാജ്യത്തിന് ആവശ്യമായ മുഴുവൻ എണ്ണ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ചില ക്വാണ്ടിറ്റീസും അവിടെ നിന്നാണ് പോകുന്നത്. അവയെല്ലാം ഞങ്ങൾ ലക്ഷ്യമിട്ട് നശിപ്പിക്കുമെന്ന് ഇസ്രായേലിൽ നിന്നും ഒരു പുതിയ അറിയിപ്പ് പുറത്തു വന്നു. കൂടാതെ ഇന്നലെ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഈ പ്രശ്നങ്ങൾ പോയതിനു ശേഷം സത്യത്തിൽ ഇത് ഹിസ്ബുള്ളയുടെ റിട്ടാലിയേഷൻ ആണോ, ഇത് ആർക്കാണ് വിജയം ലഭിച്ചത് എന്ന് പോലും അറിയില്ല. കാരണം ഒരു ഭാഗത്ത് ഹിസ്ബുള്ള ഒരു വലിയ ആക്രമണം നടത്തിയെന്ന് വാർത്ത വന്നു, മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ 2006 ശേഷം ഒരു വലിയ ആക്രമണം ലബനനിൽ ചെയ്തുവെന്ന് രണ്ട് ഭാഗവും മാറി മാറി ഒരു ക്ലെയിം നടത്തുന്ന സമയത്ത് ആരാണ് സത്യത്തിൽ അവിടെ വിജയിച്ചത്, ആർക്കാണ് നഷ്ടം കൂടുതൽ സംഭവിച്ചത് എന്ന് യാതൊരു മീഡിയയും ഇപ്പോഴും വലിയ വാർത്തകളൊന്നും പുറത്തുവിട്ടില്ല. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. പ്രധാനമായും ഹിസ്ബുള്ളയുടെ ഈ ഒരു റിട്ടാലിയേഷൻ ഒരു പ്രതികാര ആക്രമണമായി ചെയ്തു തന്നെയാണോ? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഇന്നലെ ഒരുപാട് തവണ ഹിസ്ബുള്ളയുടെ റിട്ടാലിയേഷൻ നടക്കും, അല്ലെങ്കിൽ ഹിസ്ബുള്ള ഒരു വലിയ പദ്ധതിക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതി ഇസ്രായേൽ അവരുടെ ഒരുപാട് വിമാനത്താവളങ്ങൾ അടച്ചിട്ടു, പല വിമാനങ്ങളെയും തടസ്സപ്പെടുത്തി. എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഹിസ്ബുള്ളയുടെ ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് 340 റോക്കറ്റ്സ്, ഡസൻ കണക്കിന് ഡ്രോൺസ്, ഇവയെല്ലാം ഇസ്രായേലിൽ ഹിസ്ബുള്ള ഫയർ ചെയ്തതിനു ശേഷം ഇസ്രായേലിനുള്ളിലെ അവസ്ഥ എന്നത് പതിയെ പതിയെ നോർമലാകാൻ തുടങ്ങി. ഇപ്പോൾ എപ്പോഴത്തെയും പോലെ നോർത്തേൺ ഭാഗം ഒഴികെ ഇസ്രായേലിലെ മറ്റു ഭാഗങ്ങളെല്ലാം എപ്പോഴത്തെയും പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ശരി, ഇപ്പോൾ ഇസ്രായേലിലെ എയർപോർട്ട്സ് എല്ലാം പതിവ് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലേ? ഇസ്രായേൽ ലബനന്റെ പ്രദേശങ്ങളിൽ ഒരു 40 പ്രദേശത്തിൽ കൂടുതൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രത്യാഘാതം എന്ത്? ഹിസ്ബുള്ളയെ ഇത് എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകും. ഇതിനുള്ള ഉത്തരം ആദ്യം ഇസ്രായേൽ നടത്തിയ ആക്രമണം നോക്കാം. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, 100-ൽ കൂടുതൽ ഫൈറ്റർ ജെറ്റ്സ് അകത്തേക്ക് പോയി ആക്രമിച്ചു. പകരം ഹിസ്ബുള്ള 320-ൽ കൂടുതൽ റോക്കറ്റ്സ് അകത്തേക്ക് ഫയർ ചെയ്തു എന്ന്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2006-ൽ അവസാനമായി ഇസ്രായേലിനും ലബനനും ഇടയിൽ ഒരു പൂർണ്ണ യുദ്ധം സംഭവിച്ചപ്പോൾ പോലും ഒരു പ്രത്യേക ടൈം ഫ്രെയിമിനുള്ളിൽ ഇത്രത്തോളം അധികം ഫൈറ്റർ ജെറ്റ്സ് അകത്തേക്ക് പോയി ലബനിൽ ആക്രമണം നടത്തിയിട്ടില്ല. 5 കിലോമീറ്റർ വരെ നുഴഞ്ഞു കയറി അവർ എയർ സ്ട്രൈക്ക് നടത്തിയെന്ന് പറഞ്ഞു. ഇതിൽ F-35s ഉപയോഗിച്ചിട്ടുണ്ട്. F-16 കോമ്പിനേഷൻ റീഫ്യൂവലർ വിമാനങ്ങളും ഉപയോഗിച്ച് ഈ 5 കിലോമീറ്ററും കടന്ന് അകത്തേക്ക് കയറി ആക്രമിച്ചു. അതിന്റെ ഫൂട്ടേജും ഇപ്പോൾ IDF പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ആകാശത്ത് റീഫ്യൂവൽ ചെയ്യുന്ന വീഡിയോ എല്ലാം IDF പുറത്തുവിട്ടു. F-35 വിചാരിച്ചാൽ നിങ്ങളെ മൊത്തത്തിൽ ഹിസ്ബുള്ള ഓർഗനൈസേഷനെ തന്നെ വൈപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്ന് അതിനൊരു വലിയ വാർത്തയാക്കി പുറത്തുവിട്ടു. സത്യത്തിൽ ഇങ്ങനെ 100 വിമാനങ്ങൾ അകത്തേക്ക് കടക്കുമെന്ന് ഹിസ്ബുള്ള പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം 4:30 ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഇസ്രായേൽ ലബനനിൽ നടത്തുന്നു. 5 മണിക്ക് ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ തുടങ്ങി. പിന്നീട് അവർ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു, ഞങ്ങൾ 5 മണിക്ക് ഒരു ആക്രമണം നടത്താൻ തയ്യാറായിരുന്നു. എന്നാൽ അരമണിക്കൂറിന് മുൻപ് തന്നെ ശത്രുക്കൾ ഞങ്ങളുടെ പദ്ധതിയെല്ലാം മനസ്സിലാക്കുകയും ഞങ്ങളുടെ പൊസിഷൻസിൽ എയർ സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ ചില പദ്ധതികൾ മാറ്റിവെക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇതൊരു ആദ്യഘട്ട ആക്രമണമായി ഞങ്ങൾ പറഞ്ഞത് എന്ന് ഹിസ്ബുള്ളയും ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇപ്പോൾ ഈ 100 ഫൈറ്റർ ജെറ്റ്സ് അകത്തേക്ക് പോയി, F-35 ഉൾപ്പെടെ. ഇവയെല്ലാം 41 സ്ഥലങ്ങളിൽ, ശരിയായി പറഞ്ഞാൽ ഈ ഫ്രണ്ട് ലൈൻ 120 കിലോമീറ്ററുള്ള ബോർഡറിൽ 41 സ്ഥലങ്ങളിൽ പ്രെസിഷൻ ഗൈഡഡ് അമ്യുനേഷൻസ് ഉപയോഗിച്ച് ഒരു അറ്റാക്ക് നടത്തി. പ്രധാനമായും അവരുടെ അണ്ടർഗ്രൗണ്ട് സൈലോസ് എവിടെയെല്ലാമാണ് ഉള്ളത്, കാടുകൾക്ക് നടുവിൽ ഇവർ മിസൈൽസ് എവിടെയെല്ലാമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, എവിടെയെല്ലാം മറച്ചു വെച്ചിരിക്കുന്നു, ഇങ്ങനെ കറക്റ്റ് ആ കോർഡിനേറ്റ്സ് ലഭിക്കുകയും ആ സ്ഥലങ്ങളെ നോക്കി അവർ എയർ സ്ട്രൈക്ക് നടത്തി. ഇതിൽ ഹിസ്ബുള്ളയുടെ 1200-ൽ കൂടുതൽ റോക്കറ്റ്സ് ഈ ഓവർനൈറ്റ് സ്ട്രൈക്കിൽ ഇസ്രായേൽ നശിപ്പിച്ചു. ഇത് സത്യമായ ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് പേർ പറയാം ഹിസ്ബുള്ളയുടെ പക്കൽ പവർഫുള്ളായ ആർസനൽ ഉണ്ട് എന്ന്. ഉണ്ട്. എന്നാൽ ഒറ്റ രാത്രിയിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു നഷ്ടം ഇസ്രായേൽ ആ സ്ഥലത്തുണ്ടാക്കി. ഇത് നടന്ന് അവസാനിച്ച ശേഷം ഹിസ്ബുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നു, നമ്മളിൽ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഇസ്രായേൽ ചെയ്യാൻ തുടങ്ങി.
ഇതിന് ശേഷവും നമ്മൾ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് ഇത്രത്തോളം മിസൈൽസിന് അയക്കാൻ സാധിക്കില്ല. കാരണം ഇനി അടുത്ത ഘട്ട ആക്രമണം ഇസ്രായേൽ നമുക്ക് നേരെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല മിസൈൽ ഡ്രോൺസും നശിക്കാൻ കാരണമാകും. ആ സമയത്ത് പെട്ടെന്നൊരു പ്രതികാര ആക്രമണം ചെയ്യാൻ കഴിയില്ല എന്ന് ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് 4:30 മുതൽ 4:50 ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഉടൻ തന്നെ ഹിസ്ബുള്ളയുടെ റിവഞ്ച് ആരംഭിച്ചു. നസ്രുള്ളയുടെ വീഡിയോ ക്ലെയിം അനുസരിച്ച് 340 റോക്കറ്റ്സ് കൂടാതെ ഡസൻ കണക്കിന് ഡ്രോൺസ് ഞങ്ങൾ അകത്തേക്ക് അയച്ച് ആക്രമിച്ചു. പ്രധാനമായും 11 മിലിറ്ററി ബേസസ്, മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, സ്പൈ യൂണിറ്റ്സിന്റെ കമാൻഡ് സെന്റർ, ഇങ്ങനെ 11 സ്ഥലങ്ങളെ ആക്രമിച്ചതായി പറഞ്ഞു. ഇതിന് ഇസ്രായേലിന്റെ മറുപടി, അകത്തേക്ക് വന്ന റോക്കറ്റ്സിൽ 95% ഞങ്ങൾ നശിപ്പിച്ചു. ഒരു 10-15 റോക്കറ്റ് മാത്രമാണ് താഴേക്ക് വീണ് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് മരണം ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ല. പൊതുജനങ്ങൾക്കൊന്നും മരണം സംഭവിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ മാത്രം മരിച്ചു. ഇസ്രായേലിന്റെ നാവികസേനയിലെ ഒരാൾ പാട്രോൾ ബോട്ടിൽ ഉള്ളപ്പോൾ അയൺ ഡോമിന്റെ ഇന്റർസെപ്റ്റർ മിസൈൽ ഒരു ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി പോകുമ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തിയപ്പോൾ അത് ആ ഡ്രോണിൽ തട്ടാതെ താഴെ വീണ് പൊട്ടിത്തെറിച്ചു. അത് ആ ബോട്ടിന് മുകളിലാണ് വീണത്. അങ്ങനെ പൊട്ടിത്തെറിച്ചതിൽ ഇസ്രായേലിലെ ഒരേ ഒരു മറൈൻ ഓഫീസർ മാത്രം മരിച്ചു. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നവർ പറഞ്ഞു. പക്ഷേ യുദ്ധക്കളത്തിൽ ഈ അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ നോർത്തേൺ ഇസ്രായേൽ ഭാഗങ്ങളിൽ മാത്രം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ 3 പേർ ബലിയാടായിട്ടുണ്ട്. പൊതുജനങ്ങൾ. ഇസ്രായേൽ ഈ സ്ഥലത്ത് ഈ മരണനിരക്ക് പുറത്തുവിട്ടില്ല. എന്നാൽ അതേസമയം ലബനന്റെ ടയർ റീജിയണിൽ 2 ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സ് മരിച്ചു. ഇത് ഹിസ്ബുള്ള ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. അപ്പോൾ മരണനിരക്ക് എന്നത് ഇവിടെ വളരെ കുറവാണ്. എന്നാൽ ഇസ്രായേൽ 1 മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് പറയുന്നത് അവിടെ ഒരു പൊരുത്തക്കേട് തന്നെ വരുത്തുന്നുണ്ട്. ഈ 11 പൊസിഷൻസിൽ ഹിസ്ബുള്ള ആക്രമിച്ചിട്ട് ഞങ്ങളൊരു വലിയ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള വീഡിയോ ഫുട്ടേജസും അവർ റിലീസ് ചെയ്തു. എന്നാൽ അത്രത്തോളം അവർ പറയുന്ന അത്ര രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ നടത്തി അവസാനിച്ചു, അവിടെ ഒരു വലിയ നഷ്ടം വരുത്താൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന്റെ മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെയ്തതായി പറഞ്ഞാലും ഒരുപാട് മിസൈൽസ്, ഒരുപാട് റോക്കറ്റ്സ് അയൺ ഡോം ഇന്റർസെപ്റ്റ് ചെയ്തു. ഇന്നലെ ഇസ്രായേലിന്റെ വ്യോമസേന ഇസ്രായേലിനെ ചുറ്റി ഒരു വലിയ സംരക്ഷണ വലയം തന്നെ സൃഷ്ടിച്ചു. എന്നാൽ ഈ 340 റോക്കറ്റ്സിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇസ്രായേൽ ഒരുപാട് ചിലവ് ചെയ്തിട്ടുണ്ട്. അവരുടെ എയർഫോഴ്സ്, അവരുടെ ഇന്റർസെപ്റ്റർ മിസൈൽസ്, ഇങ്ങനെ അകത്തേക്ക് വന്ന മിസൈൽസിനെ തടയാൻ അവർ കൂടുതൽ ചിലവുകൾ നടത്തിയാലും ഇതിലൂടെ ഇസ്രായേലിന് സംഭവിക്കേണ്ടിയിരുന്ന നാശനഷ്ടങ്ങൾ, ഡാമേജസ് എല്ലാം അവർ കുറച്ചിട്ടുണ്ട്. പക്ഷെ എത്ര തന്നെ ഹിസ്ബുള്ളയുടെ ഈ ഒരു ആക്രമണം ഒരു രീതിയിൽ അവർ തടഞ്ഞാലും ഇസ്രായേലിന് ഇതൊരു പാഠമായി മാറി. കാരണം ഒരു അരമണിക്കൂറിന് മുൻപ് കോർഡിനേറ്റ് ശേഖരിക്കുകയും ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുകയും ചെയ്തു. 100 വിമാനങ്ങൾ അകത്തേക്ക് അയച്ചിട്ട് കൂടിയും അടുത്ത 10 മിനിറ്റിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയെ കൊണ്ട് ഇത്രത്തോളം റോക്കറ്റ്സ് ഫയർ ചെയ്യാൻ കഴിയുമെന്ന് കണ്ടപ്പോൾ അത് ഇസ്രായേലിന് ഒരു വലിയ ഭയം തന്നെ സൃഷ്ടിച്ചു. 2006 ശേഷം ഇത്രത്തോളം വിമാനങ്ങൾ ബോർഡർ ക്രോസ് ചെയ്ത് ലബനനുള്ളിൽ പോയതേയില്ല. കാരണം ലബനിലെ പ്രൈം മിനിസ്റ്റർ, അവിടെയുള്ള രാഷ്ട്രീയത്തിനും ഹിസ്ബുള്ളയ്ക്കും നല്ലൊരു കണക്ഷൻ തന്നെയുണ്ട്. ലബനിലുള്ളിലെ ഹിസ്ബുള്ളയ്ക്ക് ആരും ഡയറക്റ്റ് ഒരു ഭീഷണിയായിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു സമാധാന ചർച്ച വഴി ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലബനിലുള്ളിലെ പ്രശ്നങ്ങൾ സമാധാനം വഴി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ലബനിലെ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. അപ്പോൾ ലബനനുള്ളിൽ ഹിസ്ബുള്ളയ്ക്ക് എത്രത്തോളം പിന്തുണയുണ്ടെന്ന് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഇത്രത്തോളം എയർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ലബനിലെ ജനങ്ങളുടെ, അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഈഗോ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം 100 വിമാനങ്ങൾ ഒരു നാടിനുള്ളിലേക്ക് കയറി പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യുക സാധാരണ കാര്യമല്ല. ഇതേ അവസ്ഥയിൽ മറ്റേതെങ്കിലും നാടാണ് ഉള്ളതെങ്കിൽ അവരിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി, ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പോയിരിക്കുമായിരുന്നു. ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാനെ തന്നെ എടുക്കാം. ഇപ്പോൾ ഇന്ത്യ നമ്മുടെ അതിർത്തിയിൽ അഗ്രസർ അല്ല, അതുപോലെ പാകിസ്ഥാനും. ഈ സീസ് ഫയർ അഗ്രിമെന്റിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എയർഫോഴ്സ് ഉപയോഗിച്ച് 2 പേരും മാറി പ്രശ്നമുണ്ടാക്കാറില്ല. കാരണം 2 ഭാഗവും ഒരു ഘട്ടത്തിന് ശേഷം പാട്രോൾ പണികൾക്ക് വേണ്ടി മാത്രമേ ഈ വിമാനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറാൻ 1000 തീവ്രവാദികളെ തയ്യാറാക്കി നിർത്തിയെന്ന് വിചാരിക്കുക. ഇന്ത്യ ആ സ്ഥലത്ത് ഒരു എയർ സ്ട്രൈക്ക് ചെയ്താൽ പാകിസ്ഥാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ പാകിസ്ഥാന് സപ്പോർട്ടായിട്ടുള്ള നാടുകൾ വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഇന്ത്യയിൽ അത്രത്തോളം സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ഇസ്രായേൽ ചെയ്ത ഈ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് കാരണം ലബനനുള്ളിൽ തന്നെ ഇസ്രായേലിന് എതിരായിട്ടുള്ള ഒരു മനോഭാവം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ട്, ഹിസ്ബുള്ളയ്ക്ക് എതിർപ്പ്, ഇങ്ങനെ ഒരു മിക്സഡ് റിയാക്ഷൻ അവിടെ ഉണ്ടെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് ഫേവറായി ഒരുപാട് പേർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സത്യത്തിൽ അവർക്കൊരു ബലം വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഈ 2 ഭാഗവും അവരുടെ ആക്രമണം നടത്തി. അടുത്ത് ഇറാന്റെ പങ്ക് ഇവിടെ എന്ത്? ഹൂത്തികൾ ഇതുവരെയും ആക്രമിച്ചിട്ടില്ല, ഇറാൻ ഇതുവരെയും ആക്രമിച്ചിട്ടില്ല. ഹമാസ് ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, ഹിസ്ബുള്ള ഞങ്ങളുടെ ബ്രദേഴ്സാണ്. എപ്പോഴെല്ലാമാണോ ഞങ്ങൾക്ക് പ്രശ്നം വന്നത് അപ്പോഴെല്ലാം ഇസ്രായേലിനെതിരെ അവർ നൽകുന്ന പ്രശ്നങ്ങൾ കാരണം ഇസ്രായേലിന്റെ ശ്രദ്ധ തിരിയുന്നുണ്ട്. അതിനാൽ ഈ സ്ഥലത്ത് ഹിസ്ബുള്ള ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പിൻബലം നൽകുന്നുവെന്ന് ഈ റിട്ടാലിയേഷൻ സ്ട്രൈക്കിനെ കുറിച്ച് അവരും ചില സ്റ്റേറ്റ്മെന്റ് നൽകി.
ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും ഹൂത്തികളുടെ ഭാഗത്തും ഇറാന്റെ പക്കലുമാണ് തിരിഞ്ഞത്. കാരണം ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ള കത്തീഷ റോക്കറ്റ്സ് മാത്രമാണ് ഫയർ ചെയ്തത്. മേജറായി മറ്റ് ബാലിസ്റ്റിക് മിസൈലോ അല്ലെങ്കിൽ കൂടുതൽ കൃത്യതയുള്ള ഏതൊരു അണ്ടർഗ്രൗണ്ട് സൈലോസിൽ നിന്ന് മിസൈൽസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു പേരിന് വേണ്ടി മാത്രമാണോ ഹിസ്ബുള്ള ആക്രമണം ചെയ്തത്? അപ്പോൾ റിട്ടാലിയേഷൻ ഇവിടെ വലിയ രീതിയിലൊന്നും ഹിസ്ബുള്ള ചെയ്തിട്ടില്ല. ഈ ഒരു ആക്രമണത്തിന് ശേഷം രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യം, ഒരു ഫുൾ സ്കെയിൽ വാറായി ഞങ്ങൾ ഈ ആക്രമണം നടത്തിയിട്ടില്ല, സംഘർഷം കുറയ്ക്കണം, കൂടാതെ ഗാസയ്ക്കുള്ളിൽ സീസ് ഫയർ കൊണ്ടുവരണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൂടാതെ ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ച് എന്ത് ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആക്രമണം ചെയ്തത് എന്ന് ഹിസ്ബുള്ള പറഞ്ഞു. അപ്പോൾ രണ്ട് ഭാഗവും ഈ സ്ഥലത്ത് യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇതുവരെയും ഇറാന്റെ റിട്ടാലിയേഷൻ വന്നില്ല എന്നുള്ളത് ഒരു സംശയത്തിന് കാരണമായി. ഹിസ്ബുള്ള ആക്രമിച്ചതിന് ശേഷം അടുത്ത ചില ദിവസത്തിൽ ഇറാൻ അവരുടെ റിട്ടാലിയേഷൻ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇസ്രായേലിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഇറാൻ റിട്ടാലിയേഷൻ ചെയ്യുമോ ഇല്ലയോ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ളയിൽ ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി ഇസ്രായേലിന് ഇറാനുള്ളിൽ നുഴഞ്ഞു കയറി ഇറാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ സൈറ്റിനെ പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് വഴി ആക്രമിക്കാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. പക്ഷെ ഇത്തവണ ഇസ്രായേൽ അത് ചെയ്യില്ല. ഇറാന്റെ ഓയിൽ റെഫൈനറീസിനെ ലക്ഷ്യമിടുമെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. കാരണം ഇറാൻ ഒരുപാട് സാമ്പത്തിക ഉപരോധമുണ്ട്. 2015 മുതൽ 2018 വരെയും ചെറിയ രീതിയിൽ അവർ ഓയിൽ എക്സ്പോർട്ട് ചെയ്താലും 2018 ഈ ന്യൂക്ലിയർ ട്രീറ്റിയിൽ നിന്നും ട്രംപ് പുറത്തു വന്നതിന് ശേഷം ഇറാനെ കൊണ്ട് വലിയ രീതിയിലൊന്നും ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രം അവരുടെ ആഭ്യന്തരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് കുറഞ്ഞ അളവിൽ മാത്രം ഈ റെഫൈനറീസിൽ നിന്നും ഓയിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ മധ്യകിഴക്കിനെ സംബന്ധിച്ച് അവിടെയുള്ള ഓയിൽ റെഫൈനറീസിൽ 22% എണ്ണ ശുദ്ധീകരണശാലകൾ ഇറാനുള്ളിലാണുള്ളത്. അതിൽ 11 മേജർ ഓയിൽ റെഫൈനറീസ് ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണുള്ളത്. അതിനാൽ ഇറാൻ ഒരു റിട്ടാലിയേഷൻ ചെയ്യണം എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും അവയെല്ലാം ഞങ്ങൾ നശിപ്പിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇസ്രായേൽ പുറത്തുവിട്ടു. ഇതിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ഓയിൽ റെഫൈനറീസ് അറാഖ് റെഫൈനറി, അബ്ഡാൻ റെഫൈനറി, തെഹ്റാൻ റെഫൈനറി, അർവാൻ റെഫൈനറി, തെഹ്റാൻ റെഫൈനറി, ഇഫ്ഷഹാൻ റെഫൈനറി, തബ്രീസ് റെഫൈനറി, ഷിറാസ് റെഫൈനറി, ലാവൻ റെഫൈനറി, പേർഷ്യൻ ഗൾഫ് സ്റ്റാർ ഓയിൽ റെഫൈനറി, കർമൻഷാ റെഫൈനറി, ബണ്ടർ അബ്ബാസ് റെഫൈനറി. ഇതിൽ ഈ തെഹ്റാൻ, ഇഫ്ഷഹാൻ, അർവന്ത് ഈ 3 ഓയിൽ റെഫൈനറീസ് മാത്രം ഇറാന്റെ മൊത്ത എണ്ണ ആവശ്യത്തിന്റെ 40% ഇവ നിറവേറ്റുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ അവിടെ പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് വഴി മിസൈൽ സൈലോസിനെ മാത്രം ആക്രമിക്കുന്നതിന് പകരം ഈ ഓയിൽ റെഫൈനറീസിനെ ലക്ഷ്യമിട്ട് ആക്രമിക്കുകയാണെങ്കിൽ ഇറാന് അത് വലിയ ഒരു വേദന നൽകുന്ന കാര്യമായി മാറും. കാരണം നേരത്തെ ഹൂത്തികളുടെ പോർട്ടിലുണ്ടായിരുന്ന ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റി നശിപ്പിച്ചപ്പോൾ അതിനുശേഷം ഹൂത്തികളെ കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചില്ല. ചെറിയ അറ്റാക്ക് മാത്രമാണ് നടത്തിയത്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ ഓയിൽ സ്റ്റോറേജ് ആക്രമിക്കുന്നതിന് മുൻപ് ഹൂത്തികളുടെ ആക്രമണം എങ്ങനെയായിരുന്നു, ഈ ഓയിൽ സ്റ്റോറേജ് ആക്രമണത്തിന് ശേഷം അവരുടെ അറ്റാക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ടൈം ലൈൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഒരു ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റി ആക്രമിച്ചപ്പോൾ തന്നെ അത്രത്തോളം പ്രശ്നം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഓയിൽ റെഫൈനറീസിനെ നശിപ്പിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം പ്രത്യാഘാതം ആ നാട്ടിൽ ഉണ്ടാക്കുമെന്ന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇന്റർവ്യൂവിൽ അത് തന്നെയാണ് പറഞ്ഞത്. ഇത് വെറും തുടക്കം മാത്രമാണ്. ഞങ്ങൾക്ക് ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റിക്ക് ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് ഒരു ചെറിയ പ്രിയംപ്റ്റീവ് സ്ട്രൈക്കിലൂടെ മാത്രം ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതുപോലെ ഇറാൻ ആയാലും ഹൂത്തികളായാലും ഇസ്രായേലിന്റെ സെക്യൂരിറ്റിക്ക് ആരെല്ലാമാണോ ഭീഷണിയാകുന്നത് അവരെ എല്ലാം ഞങ്ങൾ ആക്രമിക്കാതെ വിടില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇറാന്റെ ഓയിൽ റെഫൈനറീസ് എന്നത് ഇസ്രായേലിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ ഇറാൻ നാളെ ഹിസ്ബുള്ളയിൽ ഒരു റിട്ടാലിയേഷൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് നാടുകൾക്കുമിടയിൽ ഒരു വലിയ പ്രശ്നം ഈ ഓയിലിനെ അടിസ്ഥാനമാക്കി വരും. ഇതേസമയം ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഇസ്രായേലിന്റെ ഈ മെഡിറ്ററേനിയൻ കടൽ ഭാഗത്തുള്ള ഓയിൽ എടുക്കുന്ന ഫെസിലിറ്റീസിനെ ഹിസ്ബുള്ള അവരുടെ നിരീക്ഷണ വലയത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഹിസ്ബുള്ളയുടെ ഈ ഒരു അറ്റാക്ക് വഴി അവരുടെ പ്രതികാര ആക്രമണം അവസാനിച്ചു. സത്യത്തിൽ ഈ ആക്രമണം വിജയിച്ചോ അതോ പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്ത് ഇസ്രായേൽ ഒരു വിജയം നേടിയോ? നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.